മൂരി വിപ്ലവവും പൊളിഞ്ഞ വെള്ളപൂശലും. നിലമ്പൂർ MLA PV അൻവർ തുടങ്ങി വെച്ച മൂരി വിപ്ലവം ഒരു മാപ്പിള ലഹളയായി മാറിക്കഴിഞ്ഞു എല്ലാ അർത്ഥത്തിലും. ഇരട്ടച്ചങ്കൻ എന്ന് അന്തംഗമ്മികൾ വിശേഷിപ്പിക്കുന്ന വലിഞ്ഞു മുറുകിയ മുഖവുമായി നടന്നിരുന്ന കെ വിജയൻ ഇപ്പോൾ പതിവില്ലാതെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് ഉറക്കച്ചിരിക്കുന്നത് ഉള്ളിലെ ആ ചങ്കിടിപ്പ്, മുഖത്തെ ജാള്യത മറയ്ക്കാനാണ്. അത് PR ഏജൻസികളുടെ ക്യാപ്സൂളാണ് എന്ന് മനസ്സിലാക്കുവാൻ ഒരു PR കൺസൾട്ടന്റ് ആകേണ്ട ആവശ്യമില്ല. സാമാന്യ ബുദ്ധിമതി. ഇരുവരുടെയും ഇതുവരെയുള്ള ആ കൊടുക്കൽ വാങ്ങലുകളുടെ ആ നിലവാരം നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു വശത്ത് ഒറ്റയാനായി സ്വതന്ത്ര MLA 57-കാരനായ PV ഷൗക്കത്ത് അലിയുടെ മകൻ പുത്തൻവീട്ടിൽ PV അൻവർ, മറുവശത്ത് പിണറായിസ്റ്റ് പാർട്ടിയുടെ മുതലാളിയും സർവാധികാരിയും സർവോപരി പ്രജാപതിയും മാറോളി കോരൻ മകൻ 80-കാരനായ പിണറായി വിജയനും. രണ്ടുപേരും ജനിച്ചത് മെയ് മാസമാണെന്ന ഒറ്റ സാമ്യമേ ഇപ്പോൾ ഉള്ളൂ. 8.5 വർഷം നീണ്ടുനിന്ന മുന്നണി ബന്ധം കഴിഞ്ഞയാഴ്ച പാർട്ടിയുടെ വെല്ലുപ്പൂപ്പ അപ്പം ഗോവിന്ദൻ ഉപ്പുപ്പ മൊഴിചൊല്ലിയതോടെ അടുത്ത സംബന്ധത്തിന്റെ ആലോചനയിലാണ് അമ്പൂക്ക. 1 അല്ല 2 അംഗത്തിനുള്ള ബാല്യം ഇനിയുമുണ്ട് അമ്പൂക്കായ്ക്ക്. പാറ തുരന്നു തുടങ്ങിയ പണിയാ മക്കളെ അമ്പൂക്കായുടേത്. അതുകൊണ്ട് അങ്ങനെയൊന്നും തളരില്ല, തകരില്ല അമ്പൂക്ക. ഔദ്യോഗിക വേഷധാരികളായ കൊള്ളക്കാരന്മാരുടെ ഒരു ചിഹ്ന ചക്രത്തിപ്പോരാണിതെന്നും ചെറിയ കൊടുക്കൽ വാങ്ങലുകളിലൂടെ ഇത് അധികം താമസിക്കാതെ സബൂറാകുമെന്നും പലരും കരുതിയെങ്കിലും അങ്ങനെ അത് അവസാനിച്ചില്ല. വ്യാവസായിക അടിസ്ഥാനത്തിൽ സ്വർണ്ണ, മയക്കുമരുന്ന്, ഹവാല, മരം കൊള്ളക്കടത്തുകളൊക്കെ നടത്തുന്ന തൻ്റെ സിൽബന്ധികൾക്ക് വേണ്ടി അവരുടെ കൊള്ളമുതൽ പിടിച്ചെടുത്ത് ചതിവിൽ വഞ്ചന കാണിക്കുന്ന ADGP അജിത് കുമാറിനെയും അദ്ദേഹത്തിന്റെ മൂക്കുകയർ പിടിച്ചിരിക്കുന്ന ശശിയെയും മാറ്റണമെന്ന ചെറിയൊരു ആവശ്യം അമ്പൂക്ക പറഞ്ഞപ്പോൾ പിണറായി അത് ചെവിക്കൊണ്ടില്ല എന്ന് മാത്രമല്ല, ഒടുമലരെ നിനക്ക് വേറെ പറയാനൊന്നുമില്ലേ എന്ന് ചോദിച്ച് ആട്ടിപ്പായിച്ചത് തറവാടിയായ പുത്തൻവീട്ടിൽ ജനാബ് അമ്പൂക്കായ്ക്ക് വല്ലാതെ നൊന്തു. കാരണം പരസ്യമായ വെല്ലുവിളിക്ക് പരസ്യമായ തന്നെ അടികിട്ടിയത് അമ്പൂക്കായ്ക്ക് തീരെ സഹിച്ചില്ല. അമ്പൂക്ക വല്ല ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയും കർഷക തൊഴിലാളികളുടെയും വല്ല ആവശ്യവുമായി ആയിരുന്നു ഇറങ്ങിയിരുന്നതെങ്കിൽ ഇതത്ര വലിയ ശ്രദ്ധിക്കപ്പെടില്ലായിരുന്നു. പാളിപ്പോയാലും അത് ചോദിക്കാനും പറയുവാനും ആരും കാണില്ലായിരുന്നു. ഇപ്പോൾ സ്ഥിതി ഇതല്ല. വമ്പൻ കക്ഷികളാണ് അമ്പൂക്കായുടെ പിന്നിൽ ഉള്ളത്. അതാണ് അമ്പൂക്കായ്ക്ക് കരുത്തേക്കുന്ന ഉറപ്പേകിയ പിൻബലം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് മിനിറ്റിൽ 40 പ്രാവശ്യം പറഞ്ഞിരുന്ന അമ്പൂക്ക അവസാനം ഇനി എന്നെ പണിഞ്ഞാൽ പടയാളികളെ ഉപേക്ഷിച്ച് സേനാനായകന്റെ നെഞ്ചത്ത് തന്നെ ഞാൻ പൊട്ടിക്കും എന്നുവരെ പറയേണ്ടി വന്നു. ഒടുക്കം ബഹുമാനപ്പെട്ട ഇരട്ടച്ചങ്കന്റെ കൗബീനം വരെ പരസ്യമായി വലിച്ചു പറിച്ച് കഴുത്തിലിട്ട് കൊടുത്തിട്ടും എന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കെ വിജയൻ. പാർട്ടിയുടെ സർവാധികാരിയാണെങ്കിലും കേരളത്തിന്റെ പ്രജാപതിയാണെങ്കിലും പിടിച്ചകത്തിടുവാൻ 100 വകുപ്പുകൾ ഇപ്പോൾ തന്നെ സ്വയമേ ഉണ്ടാക്കിയിട്ടുള്ള അമ്പൂക്കായുടെ മുന്നിൽ പിണറായി വിരണ്ടു നിൽക്കുവാൻ കാരണം എന്താണ്? കാരണം സിമ്പിളാണ്. മടിയിൽ ഇപ്പോൾ ഒടുക്കത്തെ കനമാണ്. മടിയിൽ മാത്രമല്ല, അരയ്ക്ക് ചുറ്റും മുടിഞ്ഞ കനമാണ്. ബിരിയാണിച്ചപ്പ് ഉൾപ്പെടെ എടുത്താൽ പൊങ്ങാത്ത പലതും കെട്ടിത്തൂക്കിയിട്ടത് കൊണ്ടാണ് ഇപ്പോൾ അൻവർമാർ കുത്തിമറിയുന്നത്, താടിക്കിട്ട് തട്ടുന്നത്, മിണ്ടാതിരിക്കേണ്ടി വരുന്നത്. കഴിഞ്ഞ 8 വർഷത്തിനിടെ തങ്ങളുടെ ആയിരക്കണക്കിന് കോടികൾ വിലമതിക്കുന്ന സ്വർണ്ണ ഉരുപ്പടികളും മയക്കുമരുന്നുകളും ഹവാലാപ്പണവുമെല്ലാം ഡാൻസ് ഓഫ് ഉൾപ്പെടെയുള്ള പോലീസ് പിടിച്ചെടുത്തു. അതിന്റെ 10% പോലും അവർ പിടിച്ചെടുത്ത രേഖകളിൽ കാണിച്ചിട്ടില്ല എന്ന് അനുഭവസ്ഥരിൽ ചിലർ ITV ന്യൂസിനോട് വെളിപ്പെടുത്തി. ഹോളിവുഡ് ചിത്രങ്ങളെ വെല്ലുന്ന രീതിയിലുള്ള ഇവിടെ തട്ടിപ്പിലെ വൈഭവം കേട്ടാൽ ആരും ഞെട്ടിപ്പോവും. പോലീസിലെ സ്വർണം പൊട്ടിക്കൽ ടീം ഒരു ചെറിയ ടീമല്ല. അവരുടെ നങ്കൂരം ഉറപ്പിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ആഫീസിലാണെന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ തൊട്ടാൽ മുഖ്യന് പൊള്ളും, മുഖ്യനെ തൊട്ടാൽ ഇവർക്കും പൊള്ളും. ആ പരസ്പര സഹായ സഹകരണമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ നാടകമാണിപ്പോൾ കേരള ജനത വായും പിളർന്ന് ഒരു പുട്ടും മനസ്സിലാകണില്ലല്ലോ ദൈവമേ എന്ന മട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങളുടെ ഒരു കിടപ്പിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അമ്പൂക്ക ആദ്യം തന്നെ താനൊരു കമ്മ്യൂണിസ്റ്റ് കൂട്ടിലാണെങ്കിലും കടുത്ത ദൈവവിശ്വാസിയാണെന്ന് മുൻകൂർ ജാമ്യം എടുത്തത് നാം കണ്ടു. മതത്തെ കൂടുതൽ ചേർത്ത് പിടിച്ചു, മലപ്പുറംകാരെ വല്ലാതങ്ങ് കെട്ടിപ്പിടിച്ചു. ഇത് വെറും കള്ളക്കടത്തുകാരുടെ പ്രശ്നമല്ല, മലപ്പുറംകാരെ മനഃപൂർവ്വം നാണം കെടുത്തുവാനുള്ള ഒരു പ്രത്യേക സമുദായത്തെ മൊത്തത്തിൽ നാണം കെടുത്തുവാനുള്ള യജ്ഞത്തിനെതിരെയുള്ള യുദ്ധമാണെന്ന് വരെ അമ്പൂക്ക പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആഹാ അത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ് കുറെ നാട്ടുകാരും കൂടെ കൂടി. അങ്ങനെ ഒരു മാപ്പിളലഹളയ്ക്കുള്ള എല്ലാ ചേരുവകളും ആയിക്കഴിഞ്ഞു.
പ്രജാപതിയുടെ മടിയിൽ നല്ല കനമുള്ളത് കൊണ്ട് ചെറുതായി ഒന്ന് കുലുക്കിയാൽ വീഴും എന്ന് കരുതി കുലുക്കി കുലുക്കി അമ്പൂക്കായുടെ കാ ഒടുക്കം പറഞ്ഞു വീണ് കിടക്കുന്ന ആ കായ എടുത്താൽ കൊള്ളാമെന്ന് കോൺഗ്രസ് അണ്ണന്മാർക്കും അബ്ദുള്ളക്കുട്ടിയെ എടുത്ത് ഒക്കത്ത് വെച്ച BJPക്കും ആഗ്രഹമുണ്ടെങ്കിലും നാളെ ഇവൻ നമ്മുടെ അണ്ണാക്കിൽ കയറി പടക്കം പൊട്ടിക്കും എന്ന് അറിയാവുന്നതുകൊണ്ട് ആ സാധ്യത നമുക്ക് തള്ളിക്കളയാം. ഇനി ഏക സാധ്യതയുള്ളത് PC അഥവാ പൂഞ്ഞാർ കേശവൻ ചെയ്തതുപോലെ ജനപുച്ഛം എന്നൊക്കെ പറഞ്ഞതുപോലെ മൂരിക്കുട്ടൻ ചിഹ്നത്തിൽ അമ്പുക്ക പാർട്ടി ഒരെണ്ണം രൂപീകരിക്കുക. കയ്യിൽ കാശിറക്കാൻ ഉള്ളിടത്തോളം കാലം ഏത് തീവട്ടി പാർട്ടിക്കും ഇവിടെ ആളെ കിട്ടും, പച്ച പിടിക്കും. ഉള്ള ആളെ കൂട്ടി നിലമ്പൂരിൽ നിന്നെങ്ങാനും ജയിച്ചാൽ, ജയിക്കുന്ന മുന്നണിയുടെ കൂടെ കൂടിയാൽ, വിലപേശിയാൽ ഒത്താൽ മന്ത്രി വരെ ആകാം ഇവിടെ. പിന്നെ അല്ല. അപ്പോഴും കേദാസന്റെ ചിന്ത ഇതിൽ നിന്നെങ്ങനെ കഴിച്ചിലാകും എന്നതായിരുന്നു. ADGPന്റെയും ചിന്ത കേദാസനെ എങ്ങനെ പരിക്കേൽക്കാതെ ഇതിൽ നിന്നെങ്ങനെ രക്ഷപ്പെടുത്താം എന്നായിരുന്നു. അതിനല്ലേ നമ്മുടെ രാജ്യത്തെ പ്രൊഫഷണൽ വെള്ളപൂശൽ ടീം അഥവാ PR ടീം ഉള്ളത്. ആവശ്യം എന്താണെങ്കിലും ഇവരെ ഏൽപ്പിച്ചാൽ കണ്ടറിഞ്ഞ് വെളുപ്പിച്ചു തരും. പക്ഷേ പണി അറിയാവുന്നവരെ ഏൽപ്പിക്കണം, അല്ലെങ്കിൽ വെളുക്കാൻ തേച്ചത് പാണ്ടാകും. ഇവിടെയും K വിജയനെ വെളുപ്പിക്കുവാൻ ഇറക്കിയവർ പാണ്ടല്ല, വലിയ വടുക്കൾ തന്നെ ഒടുവിൽ ഉണ്ടാക്കി കഴിഞ്ഞു. വിജയനെ വെളുപ്പിക്കുവാൻ ഇറക്കിയ ഏജൻസിയുടെ പേര് ആദ്യം വെളിപ്പെടുത്തിയത് ഹിന്ദു ദിനപത്രമാണ്. ചൊള്ളുകൊടുത്ത് ചുളമേടിക്കുക എന്ന് പറഞ്ഞതുപോലെ ഹിന്ദുവിന് കുറിപ്പ് കൊടുത്ത് കുത്തുമേടിച്ചു. മുഖ്യമന്ത്രിയുമായുള്ള PR ഏർപ്പെടുത്തിയത് കൈസൻ എന്ന PR ഏജൻസിയാണെന്ന് അവർ വാർത്താക്കുറിപ്പിലൂടെ അങ്ങ് വെളിപ്പെടുത്തി കളഞ്ഞു. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റുകാർ നിർദ്ദേശം കൊടുത്ത് എഡിറ്റോറിയലുകാരെ കൊണ്ട് ഇന്റർവ്യൂ അടുപ്പിച്ച ആ കലിപ്പാണ് യഥാർത്ഥത്തിൽ ആ കുറിപ്പിലൂടെ തീർത്തത്. ഈ പണി ചെയ്യുമ്പം ഇത്തരം പണി കിട്ടാനുള്ള ത്രെഡ് പെർസെപ്ഷൻ PR ഏജൻസിക്ക് ഇല്ലാതെ പോയത് കൊണ്ടാണ് ഏജൻസിയും K വിജയനും നാറിയത്. അതുപോലെ ഡൽഹിയിലെ മാധ്യമങ്ങൾക്ക് ഊമക്കത്തയച്ചതും ഈ ഏജൻസിയുടെ പുത്തിയാണോ എന്നാണ് ഇനി നമുക്കറിയേണ്ടുന്നത്. K വിജയനെ വെള്ളപൂശാനുള്ള സീഡിംഗ് ക്യാമ്പയിന്റെ തുടക്കമായിട്ടായിരുന്നു ഈ ഊമക്കത്ത് അയച്ചതെങ്കിലും പിതൃത്വമില്ലാതെ ഊമക്കത്ത് അയച്ചതോടെ ക്യാമ്പയിനും തുടക്കത്തിലെ പാളി. കഴിഞ്ഞ സെപ്റ്റംബർ 13-നായിരുന്നു കേരള പോലീസിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ എന്ന നിലയിൽ ഒരു ഊമക്കത്ത് തയ്യാറാക്കി പ്രധാനമായും ഡൽഹിയിലെ മാധ്യമപ്രവർത്തകർക്ക് ഇമെയിലായും വാട്സപ്പായും അയച്ചത്. പിടിച്ചെടുത്ത കണക്കുകൾ സഹിതം മലപ്പുറത്തെ സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ച് വെളിപ്പെടുത്തി ദേശീയ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശ്വാസ്യത ഉറപ്പാക്കി രാജ്യമാകെ വിഷയം ചർച്ചയാക്കുവാനായിരുന്നു ശ്രമമെന്ന് വ്യക്തം. പിതൃത്വമില്ലാത്ത ഈ കത്ത് ബഹുഭൂരിപക്ഷം മാധ്യമപ്രവർത്തകരും തിരസ്കരിച്ചെങ്കിലും സെപ്റ്റംബർ പകുതിക്ക് ശേഷം ഒരു ഇംഗ്ലീഷ് മാധ്യമവും 2 ദിവസത്തിന് ശേഷം ഒരു മലയാള ദിനപത്രവും ഈ കത്തിലെ വിശദാംശങ്ങൾ അടിസ്ഥാനമാക്കി വാർത്ത പ്രസിദ്ധീകരിച്ചു. ഇതിന് 3 ദിവസത്തിന് ശേഷമാണ് സെപ്റ്റംബർ 21-നാണ് PV അൻവറിന് മറുപടി എന്ന നിലയിൽ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി മലപ്പുറത്തെ സ്വർണ്ണ ഹവാലക്കടത്തുകളെ കുറിച്ച് ഇതേ കണക്കുകൾ വെളിപ്പെടുത്തിയതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് PR ഏജൻസിയുടെ ക്യാപ്സൂൾ തന്നെയാണെന്ന്. അതിനുശേഷം സെപ്റ്റംബർ 30-ന് ദ ഹിന്ദുവിൽ മുഖ്യമന്ത്രിയുടെ പേരിൽ വന്ന അഭിമുഖത്തിലും ഇതേ ആശയമായിരുന്നു എന്നതും ഇത് PR ക്യാമ്പയിന്റെ തുടർച്ചയാണെന്ന കാര്യം ഉറപ്പിക്കുന്നു. അഭിമുഖ സമയത്ത് കേരള ഹൗസിലെ തന്റെ മുറിയിൽ എത്തിയതായി മുഖ്യമന്ത്രി തന്നെ സംബന്ധിച്ച PR ഏജൻസിയുടെ പ്രതിനിധിയോടൊപ്പം ഉണ്ടായിരുന്ന TD സുബ്രഹ്മണ്യൻ താൻ ഫ്രീലാൻസ് മാധ്യമപ്രവർത്തകനല്ല എന്നും റിലയൻസിന്റെ സ്റ്റാഫാണെന്നും പറയുമ്പോൾ തന്നെ മനസ്സിലാവും PR ഏജൻസിക്കും PR ക്യാമ്പയിനും പണമിറക്കുന്നത് ആരാണെന്ന്. സർക്കാരോ പാർട്ടിയോ അല്ല PR ഏജൻസിയെ വെച്ചതെന്ന് പറയുമ്പോൾ പണമിറക്കിയത് ആരാണെന്നതിനുള്ള ഉത്തരം ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നു. നിങ്ങൾ പറ, കാശ് കൊടുക്കുന്നവനെ K വിജയന്റെ മുറിയിൽ നിന്ന് ഇറക്കി വിടാൻ പറയാൻ പറ്റുമോ? അതുപോലെ കാശ് കൊടുക്കുന്നവനോട് അവൻ എഴുതി കൊടുക്കുന്ന കുറിപ്പ് കൊടുക്കുവാൻ പറ്റില്ലെന്ന് പറയുവാൻ മാധ്യമത്തിന് പറ്റുമോ? ഇല്ല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടുന്നത് സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും നേതാക്കളുടെയും ഒക്കെ പ്രതിച്ഛായ വർധനവിനുള്ള PR ക്യാമ്പയിനുകളും സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളും ഒക്കെ പണം മുടക്കുന്നത് വൻകിട മുതലാളിമാരും കോൺട്രാക്ടർമാരും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊന്നും തെളിവുണ്ടാവില്ല. ഇത് പിടിക്കപ്പെടില്ല എന്ന ധൈര്യത്തിലാണ് ഇമാതിരിയുള്ള ചിരിച്ചിരിക്കുന്നത്. കരിമണൽ കർത്ത ഡയറിയിൽ കുറിച്ചു വെച്ചതുപോലെ PVയുടെ അഭിമുഖം പ്രസിദ്ധീകരിക്കുന്നതിന് ഹിന്ദു പത്രത്തിന് ഇന്ന PR ഏജൻസി വഴി 1 കോടി കൊടുത്തു എന്ന് റിലയൻസ് എഴുതി വെച്ചാൽ ഊഞ്ഞാലായി ഊഞ്ഞാലായി ലത് തന്നെ. അതുകൊണ്ട് വലിയ ചിരിയൊന്നും വേണ്ട. റിലയൻസിന്റെ കാശെങ്ങനെ ഹിന്ദുവിന്റെ അക്കൗണ്ടിൽ വന്നു എന്ന വഴിതടിപ്പോയാൽ ഒരു ഗുപ്തനിൽ നാം എത്തിച്ചേരും. വിശദാംശങ്ങൾ പിന്നാലെ. സ്വർണ്ണ ഹവാല മാഫിയകൾക്കെതിരായ കേരള സർക്കാരിന്റെ ശക്തമായ നടപടികൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള ആരോപണങ്ങൾക്ക് ആക്കം കൂട്ടുന്നുണ്ടോ എന്നാണ്
ദില്ലിയിൽ മാധ്യമപ്രവർത്തകർക്ക് അയച്ച ഊമക്കത്തിന്റെ ശീർഷകം. കള്ളക്കടത്ത്, ഹവാല ഇടപാടുകൾക്കെതിരെ ശക്തമായി ഇടപെടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വാസ്യത അക്കാരണം കൊണ്ട് തന്നെ തകർത്ത് സംസ്ഥാന ഭരണത്തിൽ നേതൃത്വമാറ്റം ഉണ്ടാക്കുകയാണ് ലക്ഷ്യമെന്നാണ് ഈ ഊമക്കത്ത് പറയുന്നത്. ഭരണമാറ്റം എന്നല്ല, നേതൃമാറ്റം എന്ന് പറയുമ്പോൾ തന്നെ ഇത് ആര് എഴുതിച്ചതാണെന്ന് അരിയഹരഹരിക്കുന്ന ആർക്കും മനസ്സിലാവും. ഇന്റലിജൻസ് റിപ്പോർട്ടിനെ ഉദ്ധരിച്ച് കണക്കുകൾ സഹിതം മാധ്യമപ്രവർത്തകർക്കിടയിൽ പ്രചരിപ്പിച്ച ഈ ഊമക്കത്തിൽ പറഞ്ഞിരിക്കുന്നത് ADGP അജിത് കുമാർ പറഞ്ഞതും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതും പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ പറയുന്നതുമെല്ലാം ഒന്നാണെന്ന് നമുക്ക് മനസ്സിലാകും. ഈ കത്തിനും ഒരു ഗുപ്തമണം ഉണ്ട്. കേരള പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം ആർക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? അത് മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിക്ക്. ഇവിടെ രണ്ടും ഒരാൾ തന്നെ ആയതിനാൽ അത് പിണറായി വിജയന്റെ ഓഫീസിൽ തന്നെ എത്തും, അത് മറ്റെങ്ങും പോകില്ല. ഇത്തരമൊരു റിപ്പോർട്ടിലെ പ്രസക്ത വിവരങ്ങളാണെന്ന് പറഞ്ഞ് രാജ്യതലസ്ഥാനത്ത് ഒരു ഊമക്കത്തിറക്കി പ്രചരിപ്പിച്ചവർക്ക് ഈ വിവരങ്ങൾ എവിടുന്ന് കിട്ടി, എങ്ങനെ കിട്ടി? അൻവറിന് ഫോൺ ചോർത്തി ആര് നൽകുന്നു? സംസ്ഥാന മുഖ്യമന്ത്രിക്കോ കേരള പോലീസിനോ അത് അറിയണ്ടേ? അയ്യോ വേണ്ട, അറിഞ്ഞാൽ മലർന്നു കിടന്ന് തുപ്പുന്ന അവസ്ഥയുണ്ടാകും. അതുമാത്രമല്ല, ഇനി ഇത്തരമൊരു റിപ്പോർട്ടില്ല എന്നാണെങ്കിലോ? അങ്ങനെയെങ്കിൽ പ്രചരിച്ചത് വ്യാജരേഖയാണ്. കേരള പോലീസിന്റെയോ ഇന്റലിജൻസിന്റെയോ പേരിൽ വ്യാജരേഖ ഇറക്കിയെങ്കിൽ അത് കൂടുതൽ ഗൗരവതരമല്ലേ? മനഃപൂർവ്വം വംശീയ പരാമർശം ഉൾപ്പെടുത്തി വർഗീയ കലാപം ഉണ്ടാക്കുവാൻ ശ്രമിച്ചതിന് കേസെടുക്കേണ്ട പിള്ളേച്ച? അയ്യോ വേണ്ട, പ്രജാപതിയുടെ മാനം പോകും. ചുരുക്കത്തിൽ കള്ളക്കടത്ത് തടയുവാനും പിണറായിയുടെ ശക്തമായ നേതൃത്വത്തെ തകർക്കുവാനും നിയമം നടപ്പാക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ അപകീർത്തിപ്പെടുത്തുവാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങളെ അസ്ഥിരപ്പെടുത്താനുള്ള സംഘടിത പ്രചരണത്തിന്റെ ഭാഗമാണ് ഈ ആരോപണങ്ങളെന്നും ഗൂഢശ്രമങ്ങൾ ഉള്ള വിവിധ ശ്രേണിയിലുള്ളവർ ഒത്തൊരുമിച്ചാണ് ഇത്തരം കുൽസിത ശ്രമങ്ങൾ നടത്തുന്നു എന്നത് ആശങ്കയുളവാക്കുന്നു എന്നും പറഞ്ഞാണ് ഊമക്കത്ത് അവസാനിപ്പിക്കുന്നത്. ഈ ഊമക്കത്തിൽ ADGPയുടെ പേരെങ്കിലും പരാമർശിച്ചിട്ടില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തെ ആരും സംശയിക്കരുത് എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ അമ്പൂക്കായുടെ പാർട്ടി പ്രഖ്യാപന പരിപാടിക്ക് പോവുകയാണ്. പാർട്ടി പ്രഖ്യാപന വേദിയിൽ തന്നെ അടുത്ത വിക്കറ്റ് വീഴിച്ചു എന്ന് പറയുവാനുള്ള ഭാഗ്യം അമ്പൂക്കായ്ക്ക് ലഭിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോ സുലാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.